ആകുലതകളുടെ സഞ്ചി. തന്റെ പരീക്ഷകൾ, സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, തന്നിൽ അഭിമാനമുണ്ടോ എന്നതു തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എപ്പോഴും ആകുലപ്പെട്ടിരുന്ന 12 വയസ്സുള്ള ഒരു ബാലനായിരുന്നു ശാലോമോൻ. ഓരോ രാത്രിയും അവന്റെ ചിന്തകൾ നെഞ്ചിൽ അമർത്തുന്ന ഭാരമേറിയ കല്ലുകൾ പോലെ തോന്നിപ്പിച്ചു. ഒരു വൈകുന്നേരം അവന്റെ മുത്തശ്ശി അവന്റെ വാടിയ മുഖം കണ്ടു ചോദിച്ചു, ശാലോമോൻ, നിന്നെ എന്താണ് അലട്ടുന്നത്? അവൻ നെടുവീർപ്പിട്ടു, മുത്തശ്ശി, വലിയൊരു ആകുലതകളുടെ സഞ്ചി ഞാൻ ചുമക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എന്തു ചെയ്താലും അതിന്റെ ഭാരം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. മുത്തശ്ശി പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് അവന് ഒരു ചെറിയ ശൂന്യമായ സഞ്ചി നൽകി. എന്റെ കൂടെ വരൂ, അവൾ പറഞ്ഞു. നിലാവുള്ള ഒരു രാത്രിയിൽ അവർ പൂന്തോട്ടത്തിലേക്ക് നടന്നു. ഈ തോട്ടത്തിലെ ഓരോ കല്ലും, അവൾ പറഞ്ഞു, നിന്റെ ഓരോ ആകുലതകളെ പ്രതിനിധീകരിക്കുന്നു. ഒരെണ്ണം എടുത്ത് അത് എന്താണെന്ന് എന്നോട് പറയൂ. അങ്ങനെ ശാലോമോൻ ഒരു ചെറിയ കല്ലെടുത്തു. ഇത് എന്റെ കണക്ക് പരീക്ഷയ്ക്കുള്ളതാണ്. പിന്നെ വലിയൊരു കല്ല്, ഇത് എന്നോട് സംസാരിക്കാത്ത എന്റെ സുഹൃത്തിനു വേണ്ടിയുള്ളതാണ്. മറ്റൊന്ന്, ഇത് അച്ഛൻ ഒരുപാട് ജോലി ചെയ്യുന്നതിനാണ്. മുത്തശ്ശി നിശബ്ദമായി കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി ശാലോമോൻ, നീ ഓരോ കല്ലും ആ കുളത്തിലേക്ക് എറിയണം. എറിയുമ്പോൾ ഈ വാചകം പറയുക, കർത്താവേ, അങ്ങ് എന്നെ കരുതുന്നത് കൊണ്ട് ഞാൻ ഇത് അങ്ങേക്ക് നൽകുന്നു. ഓരോന്നായി ശാലോമോൻ തന്റെ കല്ലുകൾ എറിഞ്ഞു. ഓരോ വെള്ളപ്പൊട്ടലും അവന്റെ ഹൃദയത്തെ ലഘൂകരിക്കുന്നതായി തോന്നി. അവൻ കല്ലുകൾ എറിഞ്ഞു തീർന്നപ്പോൾ സഞ്ചി ശൂന്യമായിരുന്നു, അവന്റെ ആകുലതകളും. നിനക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? മുത്തശ്ശി ചോദിച്ചു. ശാലോമോൻ പുഞ്ചിരിയോടെ തലയാട്ടി. ആ സഞ്ചി ഇനി എന്റേതല്ല എന്ന് തോന്നുന്നു. അവൾ മൃദുവായി പറഞ്ഞു, നിന്റെ ആകുലതകൾ ദൈവത്തിന്റെ മേൽ ഇടുക എന്നതിനർത്ഥം ഇതാണ്. നീ അവ ചുമക്കേണ്ടതില്ല, അവയെല്ലാം കൈകാര്യം ചെയ്യാൻ അവന് കഴിയും. അന്ന് രാത്രി വളരെ കാലത്തിന് ശേഷം ശാലോമോൻ സമാധാനമായി ഉറങ്ങി. പാഠം: നമ്മൾ ചുമക്കാൻ ഉദ്ദേശിക്കാത്ത ആകുലതകൾ എപ്പോഴും നമ്മൾ ചുമക്കുന്നു. പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും നാം അവ ദൈവത്തിന് നൽകുമ്പോൾ നാം സമാധാനം കണ്ടെത്തുന്നു. കാരണം അവൻ സത്യമായും നമ്മെ കരുതുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം.